വിഷമിശയെ സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എനിക്കൊന്ന് അച്ഛൻ്റെ ഈ വീഡിയോസൊക്കെ പലരും കാണുമ്പോൾ ഏറ്റവും കൂടുതൽ അച്ഛൻ സംസാരിക്കുന്ന ഒരു ഇഷ്ടമുള്ള ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ ഓരോ ബന്ധങ്ങൾ മാനേജ് ചെയ്യുക, ഇൻലോസിനെ മാനേജ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ പറയുമ്പം എനിക്കൊന്ന് പ്രേക്ഷകരുടെ എണ്ണം കൂടുതലാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ചിലരൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, അച്ഛനോട് ആ ഒരു ചോദ്യം ചോദിക്കുമോ, ഞങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്ന ഒരു ചോദ്യമാണ്, അങ്ങനത്തെ ഒരു വിഷയമാണ് ഇന്ന് അവതരിപ്പിക്കേണ്ടി വന്നത്. നമുക്ക് ഒത്തിരി സ്നേഹം ഉണ്ടാവും വീട്ടിലുള്ള എല്ലാവരോടും തന്നെ, ഭർത്താവും മക്കളും മാത്രമല്ലല്ലോ. ഇപ്പം അപ്പനുണ്ട്, അമ്മയുണ്ട്, ഇൻലോസ് പലരുണ്ട്. പക്ഷേ ഈ ബന്ധങ്ങളൊക്കെ ചില സമയത്ത് ഒരു വലിയ ബാധ്യതയായി മാറാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ബാധ്യതകളാകുന്ന ബന്ധങ്ങളുടെ സങ്കടങ്ങളും ഒക്കെ പറഞ്ഞ് അച്ഛൻ്റെ അടുത്ത് വരാറില്ലേ എല്ലാവരും? ഈ പണ്ടത്തേതിനേക്കാൾ കൂടുതൽ ഇന്ന് ഈ കാരണവന്മാർ ഭാരമായിട്ട് മാറുന്ന ഒരു രീതി മക്കളിൽ കണ്ടു തുടങ്ങി. പണ്ട് ഭാരമായിട്ട് തോന്നിയാലും അധികം പറയുകയില്ല, അങ്ങ് സഹിച്ചു തീർക്കുമായിരുന്നു. ഇപ്പം രണ്ടു കൂട്ടം മനുഷ്യരുണ്ട്. ഒന്ന് സഹിച്ചു തീർക്കുന്നവർ, രണ്ട് പറഞ്ഞു തീർക്കുന്നവർ. അപ്പം പണ്ട് സഹിച്ചു തീർക്കുന്നവരായിരുന്നു, ഇന്ന് പറഞ്ഞു തീർക്കുന്നവരാണ് ഒത്തിരി കൂടുതലായിട്ട് സമൂഹത്തിൽ നമ്മൾ കാണുക. അപ്പം അങ്ങനെയുള്ള ഒരു രീതി വരുമ്പോഴത്തേക്ക് അതിൻ്റേതായ പ്രശ്നങ്ങൾ, ചെറിയ കാര്യം പോലും അഡ്ജസ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട്. ഭർത്താവിൻ്റെ അമ്മയുടെ പെരുമാറ്റങ്ങളും സംസാര രീതിയും അഡ്ജസ്റ്റ് ചെയ്യാൻ മരുമകൾക്ക് വലിയ ബുദ്ധിമുട്ട്. എത്ര കാലം കഴിഞ്ഞാലും ഒന്നുകിൽ ഈ നമ്മളുണ്ടല്ലോ, ഈ വിത്ത് തേങ്ങ കെട്ടിയിറക്കണമെന്ന് പറയും. ഇല്ലെങ്കിൽ ചതഞ്ഞാൽ തെങ്ങിൻ തൈയിൽ ചതവും മുറിവും വരും. വിവാഹത്തിൻ്റെ ആദ്യകാലങ്ങൾ വിത്ത് തേങ്ങ പോലെയാണ്. എല്ലാവരും ഒത്തിരി ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കടന്നു പോകേണ്ട ഒരു മേഖലയാണ്. ആ കാലഘട്ടങ്ങളിൽ പരിചയക്കുറവിലുണ്ടാകുന്ന അസ്വസ്ഥതകൾ, കമൻറ്റുകൾ, അത് അങ്ങേയറ്റം വരെ അങ്ങ് നിൽക്കും. അത് ഉള്ളിൽ നിന്ന് പോയാൽ അത് മനസ്സിലെപ്പോഴും അതങ്ങ് നിറഞ്ഞു നിൽക്കുകയും അത് ഇഷ്യൂവായിട്ട് മാറും. ഒരുപക്ഷെ അമ്മായിയമ്മ പറഞ്ഞ വാക്ക്, ഭർത്താവിൻ്റെ പെങ്ങൾ പറഞ്ഞ വാക്ക്, മരുമകൾ അമ്മായിയമ്മയോടും ഈ പെങ്ങളോടും പറഞ്ഞ വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരും. അതൊരു വലിയൊരു ഭാരമായിട്ട് അപകടമായിട്ട് തീരാറുണ്ട്. അതേസമയത്ത് ആ കാലങ്ങളിൽ ഒരു ഗൈഡൻസ് കിട്ടിയാൽ പിടിച്ചു നിൽക്കാൻ പറ്റും. ഇങ്ങനത്തെ കുറ്റം പറയാതാണ്ട് ഇങ്ങനത്തെ അവസ്ഥയിൽ എങ്ങനെ പെരുമാറണം, ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെ പ്രതികരിക്കണം, അങ്ങനെ ഒരു ഗൈഡൻസ് മേടിച്ചു കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ നേടാൻ പറ്റും. പക്ഷെ അതിലെപ്പോഴും ഓർക്കാനത്രേ ഉള്ളൂ, എൻ്റെ അമ്മയാണ് ഭർത്താവിൻ്റെ അമ്മ, എൻ്റെ മകളാണ് എൻ്റെ മോൻ്റെ ഭാര്യ. ആ രീതി വരണം. എൻ്റെ അപ്പനാണ് ഭർത്താവിൻ്റെ അപ്പൻ, എൻ്റെ മോനാണ് എൻ്റെ മകളുടെ ഭർത്താവ്. അപ്പം അങ്ങനെ ഒരു മനഃപൂർവ്വമായ ഓട്ടോ സജഷൻ മനസ്സിൽ നിന്ന് വരുത്തിക്കൊണ്ടിരിക്കണം. അപ്പം അങ്ങനെ നിർത്തിയാൽ അല്പം കൂടെ സ്നേഹത്തോടെ പെരുമാറാൻ അമ്മായിമ്മയ്ക്ക് പറ്റും, അല്പം കൂടെ സ്നേഹത്തോടെ പെരുമാറാൻ മരുമകൾക്കും മകൾക്കും എല്ലാവർക്കും പറ്റും. ഞാനിങ്ങനെ നോക്കണം, ഈ കല്യാണം കഴിക്കുന്ന സമയത്ത് നമുക്ക് ഈ വിവാഹ ഒരുക്ക സെമിനാറുകളൊക്കെ ഉണ്ടല്ലോ, അതിനകത്തൊരു പ്രധാന ടോപ്പിക്കാണ് കമ്മ്യൂണിക്കേഷൻ. എങ്ങനെ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ കുറ്റം പറയരുത്, നിൻ്റെ വീട്ടുകാരിങ്ങനെയല്ലേ, അങ്ങനെയൊന്നും ഒരിക്കലും പറയരുത്. എനിക്കൊന്ന് ഇന്നും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ ആ ഒരു ക്ലാസ് ഇങ്ങനെ ഓർത്തിരിപ്പുണ്ട്. പക്ഷെ അത് ഈ ഭാര്യയ്ക്കും ഭർത്താവിനല്ലേ കിട്ടുന്നുള്ളൂ, അല്ലെ കല്യാണം കഴിക്കാൻ പോകുന്ന വരനും വധുവിനും കിട്ടും. പക്ഷെ വീട്ടിൽ നിൽക്കുന്നവർക്ക് ഇത് കിട്ടുന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റേതായ ഒരു പ്രശ്നം അവരിങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കുമല്ലോ. സത്യത്തിൽ ഈ മാതാപിതാക്കൾക്കും കൂടെ കൊടുക്കേണ്ടതല്ലേ? ഇപ്പം അങ്ങനെ ഉണ്ടല്ലേ, ലാസ്റ്റ് ഡേയിൽ ആരംഭിച്ചു, അവസാന ദിവസം അവർക്ക് പേരൻസിനെ വിളിച്ചു വരുത്തി അവർക്ക് കൂടെ കൊടുക്കും. അങ്ങനെയുള്ള എല്ലാ രൂപതകളിലും അങ്ങനെ നല്ല ഭംഗിയായ ക്രമീകരണത്തിനായിട്ട് അങ്ങനെ ചെയ്യുന്നത്. അത് ഇതൊക്കെ വെച്ചിട്ടായിരിക്കും അല്ലേ? അനുഭവത്തിൽ നിന്ന്. അല്ലാതെ നമ്മൾ ഓരോന്നിപ്പം ഈ വിവാഹം ഒരുക്കം തുടങ്ങിയത് എന്തുകൊണ്ടാണ്? ഓരോന്നിനും ഇതില്ലെങ്കിൽ പാളി പോകും തോന്നിയപ്പോഴല്ലേ. അപ്പം അങ്ങനെ വരുന്ന കൂടുതൽ ഇതും ഈ ഇഷ്യൂ പൊങ്ങി വരും, അങ്ങായി തുടങ്ങും. പക്ഷെ നമ്മൾ ഈ ചില കേസുകളിൽ പറയാറില്ലേ, ഇപ്പം മാതാപിതാക്കൾ, അതായത് പലരും ഇപ്പം മാതാപിതാക്കളെ കൂടെ നിർത്തിയ ചില കേസുകൾ പ്രശ്നമാകുന്നവരുണ്ട്, ചിലരെ ഒഴിവാക്കേണ്ടതുണ്ട്. പുറമേ നോക്കുന്നവർ ചിലപ്പോൾ കുറ്റമായിരിക്കും പറയുന്നത്. പക്ഷെ ചിലർ ഈ കൗൺസിലിങ്ങിനും ചില ഇഷ്യൂസൊക്കെ പറഞ്ഞു വരുമ്പോൾ അച്ഛന്മാരും ഒക്കെ തന്നെ പറയാറുണ്ട്, നിങ്ങൾ മാറി താമസിക്കേണ്ടതുണ്ട്. അതൊക്കെ എന്തൊക്കെ കേസുകളാണ്? അത് പല കേസ് വരും. ഒന്ന്, ഈ മകനും മകൻ്റെ ഭാര്യയും കുഞ്ഞും ഒക്കെയുള്ള കുടുംബത്തിൽ പ്രായമുള്ള അപ്പനും അമ്മയും ഉണ്ടെന്ന് വരികിൽ അവരുടെ ഒരു പ്രശ്നം, മോൻ്റെ ഭാര്യ കൊച്ചിനെ തിരുത്തുമ്പം
വാത്സല്യം കാണിക്കും. ആ കുഞ്ഞിനെ വഴക്ക് പറയാതി, അടിക്കാതി എന്നുള്ളതാണ് എന്ന് പറയും. അപ്പോൾ ആ കൊച്ചുങ്ങൾ സ്പോയിൽഡ് പിള്ളേരായിട്ട് മാറും. അമിതമായ ഒരു താലോലിപ്പ് കിട്ടി തീരുമാനമെടുക്കാനും പറ്റുകയില്ല. തോന്നിയ പോലെയൊക്കെ നടത്തി കിട്ടണം, ഇല്ലെങ്കിൽ ബഹളം വെക്കും. അപ്പം നൊന്ത് പറ്റിയ അമ്മയ്ക്ക് ഇഷ്ടമില്ല ഈ അമ്മയുടെ ഇടപെടൽ. അങ്ങനെ പലയിടത്തും സംഭവിക്കാറുണ്ട് ആ രീതിയിൽ. പിന്നെ കാരണവന്മാരും അവിടെ നോക്കാനുള്ള കാര്യം പെറ്റ തള്ളയ്ക്കാണ് ഒന്നാമത്തെ ബുദ്ധിമുട്ട്. എന്തെങ്കിലും മോശമായതൊന്നുമില്ലെങ്കിൽ അത് അവളുടെ വഴിക്ക് വിട്ടുകൊടുക്കണം. ഒത്തിരി കയറി ഇടപെടാനായിട്ട് പാടില്ല. പിന്നെ എല്ലാ മനുഷ്യർക്കുമുള്ള അടിസ്ഥാന സ്വഭാവം ഞാൻ പലപ്പോഴും പറയാറുണ്ട്. നമ്മുടെ എല്ലാവരുടെയും സ്വഭാവം മുതലിനേക്കാൾ പലിശയോടാണ് ഇഷ്ടം. അപ്പം മക്കളേക്കാൾ ഇഷ്ടം മക്കളോടാണ്. മക്കൾക്ക് ഉറക്കെ എടുത്ത് കുത്തിയവരാ. പക്ഷെ ഇപ്പം ഞുള്ളിയാ പറയും, തൊടല്ലേടാന്ന് പറയും. അത് കാലം വരുത്തുന്ന ഒരു മാറ്റമാണ്. അപ്പം ആ മാറ്റം മനസ്സിലാക്കി ചിലപ്പം മോൻ്റെ ഭാര്യയോ മക്കളെ ശാസിക്കുകയോ ശിക്ഷിക്കുകയോ എന്ന് കാണുമ്പം മൗനം പാലിച്ച് അപ്പനും അമ്മയും മാറണം. ഇവർക്ക് രണ്ടാം സ്ഥാനവും പ്രൈമറി കമ്മിറ്റ്മെൻറ്റ് അവരുടേതാണ്. അത് മനസ്സിൽ മാറി കൊടുക്കണം. ഇനി കുഞ്ഞുങ്ങളുടെ നന്മ ഉദ്ദേശിച്ചാണ് അമ്മയും അപ്പനും ഇത് പറയുന്നെങ്കിൽ ഒന്നും പറയാതെ ചെറുപ്പക്കാരി ദമ്പതികൾ കാരണന്മാർക്ക് വഴങ്ങി കൊടുക്കണം. അപ്പം ആ രീതിയിൽ വേണം കുഞ്ഞുങ്ങൾ ഇതിൽ വരാൻ. ഇനി ഒരു അമ്മയുടെയും അപ്പൻ്റെയും സാന്നിധ്യം മോനും മോൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും അവരുടെ വളർച്ചയ്ക്ക് തടസ്സമാണ്. എപ്പോൾ ഇവരെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം ചെയ്യുകയാണെങ്കിൽ അവരെ മാറ്റിയിട്ട് ഇവർ മാറി താമസിക്കണം. കാരണം അതിനകത്തൊരു ക്രൂരതയില്ല. കാരണം ഇവരോട് പറഞ്ഞാൽ മനസ്സിലാകില്ലെങ്കിൽ തീർച്ചയായിട്ടും മാറി താമസിക്കണം. അവർക്ക് അവരുടേതായല്ലോ. ഇനി മാറി താമസിക്കാനുള്ള ആവേശത്തിൽ അപ്പനെ അമ്മയും ചുമ്മാ മാറ്റുവാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇവർ തന്നെ അനുഭവിച്ച് തിരിച്ചു വരികയും ചെയ്യും. ഇപ്പം അല്ലെങ്കിൽ ഞാൻ ഒരു മോനാണ്, അപ്പനും അമ്മയും ഉണ്ട്, ഞാൻ മാറി താമസിച്ചാൽ അവർക്ക് ഫീൽ ചെയ്യും, നാട്ടുകാരെന്നെ പറയും. അങ്ങനെ ഓർത്ത് ജീവിക്കാനൊരു ജീവിതമില്ല. അപ്പം നമ്മൾ സ്വർണ്ണം വരയ്ക്കുന്നു, അത് സ്വർണ്ണമാണെന്ന് നോക്കാൻ വേണ്ടി ജീവിതാസമയത്ത് വരയ്ക്കാൻ പറ്റുമോ? കുറച്ച് വരയ്ക്കുമ്പോൾ മനസ്സിലാകണം സ്വർണ്ണമാണോ മയമാണോ എന്ന് പറഞ്ഞ പോലെ കുറേ നാൾ ജീവിക്കുമ്പോൾ മനസ്സിലാകണം ഈ ഇടപെടൽ അമിതമായ ശരിയാകുകയല്ല. പലപ്പോഴും സൗമ്യമായിട്ട് പറയണം. നീ പറയുക കുറച്ച് നാളത്തേക്ക് ഞങ്ങൾ മാറി, നിങ്ങൾ കിടപ്പ് രോഗികളൊന്നും അല്ലല്ലോ, അതെ, കുറച്ച് നാളത്തേക്ക് മാറി താമസിക്കും, നിങ്ങൾക്ക് ആരോഗ്യമുണ്ടല്ലോ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്തൊരു ക്ഷീണം വന്നാൽ ഞങ്ങൾ കൂടെയുണ്ട്, വന്നോളാം. അല്ലെങ്കിൽ ഇതിങ്ങനെ പോയാൽ മുന്നോട്ട് നമ്മൾ തകരാനാണ് സാധ്യത. അത് പച്ചയായിട്ട് അമ്മയോടും പറയണം, അപ്പനോടും പറയണം. അങ്ങനെ പറഞ്ഞിട്ട് മാറണം. പക്ഷെ അത് ശരിക്കും ഞാൻ ഒരു കഴിഞ്ഞ ദിവസം കേട്ടൊരു അനുഭവമാണ്. ഇത് പ്രശ്നം ഭാര്യയ്ക്കാണ്. ഇപ്പം മകനിപ്പം മാതാപിതാക്കളോട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവണമെന്നില്ല, അവൻ ജനിച്ച കാലം തൊട്ടേ കാണുന്നവരാണല്ലോ. അപ്പോൾ ഭാര്യ ഇങ്ങനെ സഹിച്ചും വേദനിച്ചും ക്ഷീണിച്ചും രോഗിയായിക്കൊണ്ടിരിക്കുക. കാരണം ഈ അച്ഛൻ പറഞ്ഞ പോലെ സഹനമാണല്ലോ എല്ലാവരും. സഹിച്ച് ഈ സ്ട്രെസ്സ്, കുറേ അസുഖങ്ങൾ ഒക്കെ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭർത്താവ് അറിഞ്ഞു വേണ്ട ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കാൻ. അങ്ങനെ സ്റ്റെപ്പ് എടുക്കാത്ത ഒരുപാട് ഭർത്താക്കന്മാരുണ്ട്. അപ്പോൾ ഈ സ്ത്രീകളങ്ങ് ഫ്രസ്ട്രേറ്റഡായി സ്ട്രെസ്ഡായി ആകെ വിഷമിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇത് കേൾക്കുന്ന പലർക്കും ഇത് മനസ്സിലാകും. അപ്പോൾ അവരോട് അച്ഛനെ, അപ്പം ഈ ശരിക്കും ആണുങ്ങളല്ലേ നല്ലൊരു സ്റ്റെപ്പ് എടുക്കേണ്ടത്, അവരെടുത്തില്ലേ നമ്മൾ എന്ത് ചെയ്യും? എടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യുന്നത് നമുക്കൊരു കോടതി വിധി പോലെ പറയാൻ പറ്റിയല്ലോ. അങ്ങനെ പക്ഷെ എടുക്കേണ്ടതാണ്. അത് എടുക്കാത്ത അവൻ്റെ തെറ്റാണ്. കാരണം വിവാഹത്തിന് എന്ന് പറയുന്നൊരു വാഗ്ദാനമുണ്ട്. മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരുമെന്നാണ്. പിന്നെ അമ്മയും അപ്പനേക്കാൾ പ്രധാനപ്പെട്ടത് ഭാര്യയാണ്. ആ വാഗ്ദാനം പറഞ്ഞാൽ പോവുക. ഭാര്യയും പറയുന്നുണ്ട്, മാതാപിതാക്കളെ ഉപേക്ഷിച്ച് നീ ഒരു കുടുംബത്തിലേക്ക് പോകാമെന്നാണ് പറയുന്നത്. ആ വാഗ്ദാനം ലംഘനമാണ് അങ്ങനെ ചെയ്തില്ലെങ്കിൽ. അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ആണത് പറഞ്ഞേ പറ്റൂ. കാരണം ഭാര്യയുടെ നൊമ്പരം അമ്മയുടെ വേദനയേക്കാൾ പ്രധാനപ്പെട്ടതാണ് കല്യാണം കഴിഞ്ഞ്. പിന്നെ മനസ്സിലാക്കണം, ചിലതിൻ്റെ സ്വഭാവം കൊണ്ട് വരുന്നതാണെങ്കിൽ അത് എന്നായാലും പോയാൽ പൊക്കോട്ടെന്ന് പറഞ്ഞാലും അടിച്ച് ചിന്തിക്കണം. അത് അർഹിക്കുന്നതാണെന്ന് വരികിൽ ഒരു ഉപേക്ഷയും വരുത്താതെ മാറണം. മാറി താമസിക്കുകയും വേണം. പറയണം, എനിക്ക് ഇവളും വേണം, കുഞ്ഞുങ്ങളും ഉണ്ട്, ഒരു കുടുംബം നാളെ നിങ്ങളുടെ കാലം കഴിയുകയാണ്. പക്ഷെ മനഃപൂർവ്വം നിങ്ങൾ ഉപേക്ഷിക്കുന്നില്ല. വിട്ടു എന്നൊരു വാക്കുണ്ട്. വിട്ടു എന്ന് പറഞ്ഞാൽ മറന്നു എന്നല്ല. വിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ അപ്പനും അമ്മയ്ക്കും കൊടുത്ത ആ വിലയും നിലയും ഇനി എൻ്റെ ഭാര്യയ്ക്കും കൊടുക്കണം. മാതാപിതാക്കളെ ഉപേക്ഷിക്കാൻ പറഞ്ഞിട്ടില്ല, മറക്കാനും പറഞ്ഞിട്ടില്ല, വിട്ടുപോകണം. അപ്പോൾ ഒത്തിരി ഒട്ടിപ്പിടുത്തമുണ്ടെന്ന് വരി അതിൽ നിന്ന് സ്വയം ഞാൻ തന്നെ പറിച്ചു മാറ്റണം. ഒട്ടി തന്നെ പറിച്ചു മാറുമ്പോൾ ഒരു നൊമ്പരമുണ്ട്. ഏത് പൊതുജന്മത്തിൻ്റെയും പറഞ്ഞൊരു നൊമ്പരമുണ്ട്. ഒരു പുതിയ കുടുംബം തുടങ്ങുമ്പം ഈ പറിച്ചു മാറ്റൽ നൊമ്പരം ഭർത്താവ് സഹിച്ചേ പറ്റും.
വിവാഹത്തിൽ അവൻ ആ കമ്മിറ്റ്മെൻറ്റ് ഉത്തരവാദിത്വമാണ്. അതേസമയത്ത് മനഃപൂർവ്വം ഭാര്യ വീട്ടുകാരുടെ സ്വാധീനവും അപ്പം വേണ്ട അമ്മ വേണ്ട അങ്ങനെ നോക്കിയാൽ ഒരു ഔദാര്യം കാണിക്കാതെ പരുഷമായിട്ട് തന്നെ നിൽക്കണം. ന്യായമായ കാര്യത്തിൽ അവൾക്ക് വേണ്ടി വേണം നിൽക്കാനായിട്ട്. അപ്പോൾ ഈ പലപ്പോഴും ഈ ന്യായമായ കാര്യം ഉണ്ടെങ്കിലും നമ്മളത് ചെയ്യാത്തത് നാട്ടുകാരെന്ത് പറയും, അതൊരു വലിയ പ്രധാനപ്പെട്ട പോയിന്റാണല്ലോ. മറ്റുള്ളവരെന്ത് പറയും എന്നുള്ളതാണല്ലോ പ്രധാന പ്രശ്നം. അപ്പോൾ അത് അന്നേരം നമുക്ക് ഒത്തിരി അസ്വസ്ഥതയുണ്ടാവും. പറയാൻ നമുക്ക് എളുപ്പമാണ്, ഇതെല്ലാം മാനേജ് ചെയ്ത് പോകേണ്ട ഒരാൾ. അപ്പോൾ അങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് എങ്ങനെ എന്തൊരു സ്റ്റെപ്പ് എടുക്കാൻ പറ്റും? ഈ മറ്റുള്ളവരോട് നമുക്ക് എന്ത് ആറ്റിറ്റ്യൂഡ് പുലർത്തണം നമ്മൾ? അല്ല, അവിടെ ഒരു മറ്റുള്ളവരുടെ ഒരു പ്രസൻസിന് പ്രാധാന്യം കൊടുക്കാൻ പാടില്ല. അത് ബഹുജനം പൊതുവിധമല്ലേ, എന്തെല്ലാം പറയും. അങ്ങനെ നോക്കി ഇങ്ങനെ 10 പൈസ പോലും ഇവർ ചെയ്യുന്നില്ലല്ലോ, ഇവൻ തന്നെ വേണ്ട ചെയ്യാൻ, ഇവള് വേണ്ട ചെയ്യാനായിട്ട്. അപ്പോൾ അത് അഭിപ്രായം പലതും പറയും. എല്ലാ അഭിപ്രായവും നമുക്ക് മാനിക്കാൻ പറ്റുകയില്ല. പറയുന്നത് സത്യമുണ്ടെങ്കിൽ നമ്മൾ തിരുതണം, ഇല്ലെന്ന് വരിൽ അവരുടെ വഴിയല്ല. എനിക്ക് എൻ്റെ വീട്, എൻ്റെ കുടുംബം, ഞാൻ തീരുമാനിക്കുന്ന തീരുമാനം അവസാന തീരുമാനം, അതിനപ്പുറത്തേക്കൊന്നുമില്ല. അങ്ങനെയുള്ള കട്ട് ആൻഡ് ടൈറ്റ് ആയിട്ടുള്ള തീരുമാനം എടുക്കണം. അത് എടുക്കേണ്ടത് ആണാണ്. ഭാര്യ പരമാവധി അവളുടെ വേദനയും ബുദ്ധിമുട്ടും അവനോടല്ലേ പറയാൻ പറ്റുള്ളൂ. അവളെ കേൾക്കണം, പരിഹാരം വേണം, ചെയ്യണം. അത് ചെയ്തില്ലെന്ന് ചോദിച്ചാൽ നമുക്ക് മറുപടിയില്ല. ചെയ്യണമെന്നുള്ളതാണ് കടമ. ഈ ബന്ധങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ സെൻറ്റൻസ് അതാണല്ലോ, ബന്ധങ്ങൾ ബാധ്യതകളായി മാറുന്നത്. സത്യത്തിൽ നമ്മുടെ ഉള്ളിലൊരു സ്നേഹം എന്ന് പറയുന്നൊരു സ്നേഹത്തിന് വലിയൊരു വിലയില്ലേ ഈ ബന്ധങ്ങളെ ബാധ്യതകളാക്കുന്നതിലും ആക്കാതിരിക്കുന്നതിലും. സ്നേഹമുള്ള അല്ലെങ്കിൽ ഒരു നമുക്ക് ഈ പറയുന്ന ആൾക്കാരോടൊക്കെ നല്ലൊരു ഉള്ളിൽ തട്ടിയൊരു സ്നേഹം ഉണ്ടെങ്കിൽ പലപ്പോഴും ഈ ബന്ധങ്ങളായിട്ട് തന്നെ നിലനിർത്താൻ നമുക്ക് പറ്റില്ലേ? ബാധ്യതകളായി മാറാത്ത, പലപ്പോഴും ബാധ്യതകളാകുന്ന അങ്ങനെയല്ലേ, ഒരു മനസ്സിന് ഇഷ്ടമില്ല, കഷ്ടപ്പാടായി, ബുദ്ധിമുട്ടായി എന്നൊക്കെ ചിന്തിക്കുമ്പോഴല്ലേ. അതായത് ഒരാളെ സ്നേഹമായിട്ടാണ് നിൽക്കുന്നത്, അത് മനസ്സിലാക്കാത്ത പ്രതികരണമാണെന്ന് വരിയിൽ രക്ഷയില്ല. സ്നേഹം നമ്മുടെ ഉണ്ട്, മരണം വരെ സ്നേഹിച്ചേക്കാവുന്നതാണ്, കാരണവന്മാരെയും കുടുംബത്തെയൊക്കെ. പക്ഷെ സ്നേഹിക്കാനുള്ള അന്തരീക്ഷം തകർത്താലോ. അപ്പം ചില അമ്മമാരെ കണ്ടിട്ടുണ്ട്, മോനും മോൻ്റെ ഭാര്യയും തമ്മിൽ അകറ്റാൻ വേണ്ടി വർത്താനം ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അമ്മയുടെ സ്നേഹം അവൾ കട്ടുകൊണ്ട് പോയെന്നുള്ളതാണ് ചിന്ത. ചില പെണ്ണുങ്ങളുണ്ട്, ആങ്ങളെയും ഭാര്യയും തമ്മിൽ അടുപ്പിക്കുന്നവരുണ്ട്. എല്ലാവരും അല്ല, ഒത്തിരി ഗുണം അങ്ങനെ തകർക്കുന്നവരുണ്ട്. അപ്പോൾ അവിടെ പ്രശ്നം വരുന്നത് പെങ്ങൾ പറയുന്നതാണ് അവന് വിലയെന്ന് വരിയിൽ അവൻ്റെ ഭാഗം തെറ്റാണ്. അമ്മ പറയുന്നതിന് ആ വിലയെന്ന് വരി തെറ്റാണ്. ഭാര്യയും കൂടെ കേട്ടിട്ട് ഇവൻ തന്നെ വിലയിരുത്തണം, തൂക്കണം. ആരുടെ ഭാഗത്താണോ ന്യായം, ആ ന്യായത്തിൻ്റെ ഭാഗത്ത് നിൽക്കണം. അല്ലെ അവൻ പറയുമോ, എന്നെ നൊന്തു പറ്റിയ അമ്മ വളർത്തിക്കൊണ്ടുന്ന അമ്മയെ വേദനിപ്പിക്കുന്ന ഒന്നും പറ്റിയല്ല, പെണ്ണ് കേട്ടാൻ പോകല്ലേ, അവൻ അമ്മയുടെ അടിമയായിട്ട് വീട്ടിൽ നിൽക്കണമായിരുന്നു. കല്യാണം കഴിച്ചെങ്കിൽ അത് പറയാൻ പറ്റില്ല. കാരണം അമ്മയേക്കാൾ വില കൊടുക്കേണ്ടത് ഭാര്യയ്ക്കാണ്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഈ എപ്പിസോഡ് കണ്ട ഏതെങ്കിലും ഭാര്യമാർക്ക് ഇതൊരു വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ഇഷ്ടം തോന്നിക്കാണ് കേട്ടോ. അപ്പോഴാണ് ഈ ഇഷ്ടവും സ്നേഹവും അങ്ങനെ വായിൽ വന്നൊരു വാക്കാണ് ഈ ഇഷ്ടം. ശരിക്കും ആ ഒരു 2 വാക്കുകൾക്ക് കുടുംബജീവിതത്തിൽ വലിയ പ്രാധാന്യമില്ലേ, ഇഷ്ടത്തിനും സ്നേഹത്തിനും? അച്ഛൻ എങ്ങനെ അതിനെ ഒന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്തൊന്ന് പറയാനായിട്ട്? അത് നമ്മൾ പറയുന്നതേ ഈ വെള്ളവും വീഞ്ഞും. കാനായിൽ വെള്ളം വീഞ്ഞാക്കി എന്ന് പറഞ്ഞാൽ വെള്ളത്തേക്കാൾ ഡെൻസിറ്റി കൂടുതൽ, സാന്ദ്രത കൂടുതൽ വീഞ്ഞിന്. ഇതുപോലെ വിവാഹത്തിൽ വെള്ളവും വീഞ്ഞുമുണ്ട്. കല്യാണം കഴിക്കുന്ന ആദ്യ നാളുകളിൽ അത് വെള്ളമാണ് ഇഷ്ടം. മുടിയുടെ നീളം, പല്ലിൻ്റെ ഷേപ്പ്, ബോഡിയുടെ ഫിഗർ, സ്വർണ്ണത്തിൻ്റെ തിളക്കം, വസ്ത്രത്തിൻ്റെ പകിട്ട് എല്ലാം ഇഷ്ടമാണ്. ഈ ഇഷ്ടത്തിന് 3 ദിവസത്തെ പഴക്കമുള്ളൂ. നമ്മളിപ്പം പണ്ട് കണ്ട സിനിമാ നടികളും സീരിയൽ നടികളുമൊക്കെ ഒരിക്കൽ കണ്ടു, കുറേ നാൾ കഴിയുമ്പോൾ പിന്നെ അവർക്ക് വലിയ വീപ്പ പോലെയൊക്കെ ആയിരിക്കുന്നു. അപ്പം അന്ന് ഇഷ്ടപ്പെട്ട ഇഷ്ടം ഇപ്പം നമുക്ക് തോന്നുകയില്ല. അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. പിന്നെ വിനോദ് ഖന്ന എന്ന് പറയുന്ന പഴയൊരു വലിയൊരു ഇന്ത്യൻ നടൻ, ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ സ്ഥിരം കാണുന്നൊരു പടമായിരുന്നു അദ്ദേഹത്തിൻ്റെ പടം, ഇഷ്ടമായിരുന്നു. പക്ഷെ മരിക്കുന്ന നാളുകളിലൊരു ഫോട്ടോ കണ്ടു, ഒരു അസ്ഥികൂടം പോലെ ഇങ്ങനെ നമ്മൾ നിൽക്കുന്നു. അപ്പം നമുക്ക് എന്നാൽ ഇഷ്ടം പോവും. ഇപ്പം ഭർത്താവിൻ്റെ വരുമാനത്തെ, പണത്തെ നോക്കിയാണ് സ്നേഹിച്ചതെങ്കിൽ അത് ഇഷ്ടമാണ്. ഭർത്താവിന് ജോലി പോയി, വരുമാനം പോയി, ആരോഗ്യം പോകുമ്പോൾ പോയേക്കാവുന്ന കെട്ടിപ്പെറുക്കി പോകുന്നവൾ ഇഷ്ടത്തിലാണ്. ഭാര്യയ്ക്ക് ഒരു രോഗം വന്നപ്പോൾ, ക്ഷീണം വന്നപ്പോൾ ഉപേക്ഷിച്ച് പോകുന്ന കെട്ടിയവനുണ്ട്,
അത് ഇഷ്ടമാണ്. ഇഷ്ടത്തിന് 3 ദിവസത്തെ 4 ഇതേ ഉള്ളൂ. പക്ഷേ 75-ാം വയസ്സിൽ പല്ല് പറഞ്ഞു, മോണയൊട്ടി, മുടി നരച്ചു, ഒരു ഷേപ്പും ഇല്ല, അപ്പോഴും കൂടെ പോയി ഉരുമിയിരിക്കും. അത് സ്നേഹമാണ്. അത് ഭർത്താവിന് വേണ്ടിയും ഭാര്യയുടെ കൊണ്ടിരിക്കുന്ന സ്നേഹം. ഇപ്പം ഭാര്യയുടെ ദേഹം മുഴുവൻ വെള്ളപ്പാണ്ട് വന്നു, എന്നാലും കൂടെ ഇരിക്കും. അല്ലാത്തവൻ ഇട്ടിട്ട് വന്നു, ഇഷ്ടമാണ് ഇട്ടിട്ട് പോകും, സ്നേഹമാണ് കൂടെ ഇരിക്കും. ഭർത്താവിന് പാർക്കിൻസൺ രോഗം വിറയുക, പക്ഷെ അവന് വെള്ളവും കൊടുത്ത് കൂടെ ഇരിക്കും ഭാര്യ. അത് സ്നേഹമാണ്. അപ്പം പലപ്പോഴും ഇന്ന് ലോകത്തിൽ സംഭവിക്കുന്നത് ഇഷ്ടങ്ങളുടെ പുറത്താണ്. ഇഷ്ടം തൊലിപ്പുറത്താണ്, സ്നേഹം ഹൃദയത്തിലാണ്. അപ്പം അതിൽ അങ്ങനെ വളരണം. അതിനെ വളരേണ്ടതാണ് ദാമ്പത്യം. അപ്പോൾ ഒരുമിച്ചിരുന്ന് മിണ്ടി പറഞ്ഞ് അതുകൊണ്ടാണ് ഈ ചുമ്മാ പ്രാർത്ഥനയൊന്നും ഇല്ലാതെ തുടങ്ങിയാൽ ഇഷ്ടം കൊണ്ട് തന്നെ നിൽക്കും, തീരും. പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടെങ്കിൽ അത് സ്നേഹമായിട്ട് വളരുകയുള്ളൂ. അവർ പിടിച്ച് നിൽക്കും, സഹിച്ച് നിൽക്കും. അപ്പോൾ ഈ ഡൈവോഴ്സുകളൊക്കെ സത്യത്തിൽ ഈ ഇഷ്ടങ്ങൾ കഴിഞ്ഞൊരു സ്നേഹത്തിലേക്ക് എത്തുന്നതിന് മുമ്പേ വന്ന് ചേരുവായി അല്ലേ? തുടക്കത്തിൽ എപ്പോഴും ഒരു ഇഷ്ടമായിരിക്കുമല്ലോ. ശരിക്കും കുറേ കഴിഞ്ഞിട്ടാണല്ലോ ഈ സ്നേഹം ഇങ്ങനെ കൺവേർട്ട് ചെയ്ത്. എനിക്കൊന്ന് കുറേ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടൊരു ആദ്യത്തെ 10, 15, 25 വർഷം സിൽവർ ജൂബിലി ആഘോഷിച്ചോ, പിന്നെ സ്നേഹമായിരിക്കും. പിന്നെ ആ ഇഷ്ടങ്ങളൊക്കെ അല്ലല്ലോ, എന്തുണ്ടെങ്കിലും സ്നേഹിക്കുകയല്ലേ. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ യുവതലമുറയൊക്കെ കുറച്ച് വെയിറ്റ് ചെയ്യണം അല്ലേ അച്ഛാ? ക്ഷമ വേണം. ഇപ്പം പണ്ട് വളരെ പരുഷമായിട്ട് പറഞ്ഞവനും പരികനായി പറഞ്ഞു കെട്ടിയവനുമൊക്കെ ഒരു നിശ്ചിത ഏജ് കഴിയുമ്പം ശാന്തതയിലേക്ക് വരും. ഭയങ്കരമായിട്ട് എന്തിനും ഇതിനും പൊട്ടിത്തെച്ച സ്ത്രീയും ശാന്തമായിട്ട് വരും. അത് നമ്മൾ പ്രകൃതിയിൽ നോക്കി പഠിച്ചാൽ മതി. ഒരാറ് ഒഴുകുന്നത് മലമുകളിൽ നിന്നാണ്, കല്ലിനിടയിൽ നിന്നാണ്. ആരംഭത്തിൽ എന്നാ ബഹളമെന്നറിയാമോ? ഇളക്കി മറിച്ച് കല്ലുരുട്ടി അങ്ങനെ ഇങ്ങനെ അങ്ങ് പോകും. പക്ഷേ കടലിനോടടുക്കുമ്പം ആറിന് ശാന്തതയാണ്. ഇളക്കം തിന്നും, ശാന്തമായിട്ട് വരും. ആ ആറ്റിൽ വലിയ കല്ലുണ്ട്, ഭയങ്കരം കല്ല്, മുള്ളും പനിയുള്ള കല്ല്, എല്ലാവരെയും കുത്തിമുറിപ്പെടുന്ന കല്ലാണ്. പക്ഷേ കുറേ കഴിയുമ്പോൾ ആ കല്ലിന് മുന പോയിട്ട് അത് പേപ്പർ വെയിറ്റ് പോലെ മൃദുലമായിട്ട് മേശപ്പുറത്ത് വരും. ഇതാണ് ദാമ്പത്യ ജീവിതം. ആദ്യ നാളിൽ കുറേ ഇളക്കവും ബഹളവും ഒച്ചപ്പാടും ഒക്കെ ഉണ്ട്. ചുമ്മാ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ പേപ്പർ വെയിറ്റ് പോലെ മുനയെല്ലാം പോയിട്ട് നല്ല മിനുസമുള്ള മേശപ്പുറത്ത് പോകുന്ന കല്ല് പോലെ അങ്ങ് മാറും. കുറച്ചങ്ങ് കഴിയുമ്പോഴത്തേക്ക് ഒരുമിച്ച് ഒഴുകി കുറേ കഴിയുമ്പം ഒരു നല്ല സൗമ്യത ശാന്തതയിലേക്ക് നമ്മൾ വരികയും ചെയ്യും. അപ്പം അത് ക്ഷമാപൂർവ്വം ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കണം. തുടങ്ങുമ്പോഴേ ഇത് പറ്റിയല്ലോ. തുടങ്ങുമ്പോൾ നമ്മൾ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ 2 വയസ്സുള്ള കുഞ്ഞിന് 50-കാരനെ പോലെ പെരുമാറാൻ പറ്റിയല്ലോ. അപ്പം കാലമുണ്ട്, സമയമെടുക്കും. ആ സമയം എടുത്ത് നമ്മൾ ക്ഷമാപൂർവ്വം കാത്തിരുന്ന് ഭർത്താവിനെ നേടണം, ഭാര്യയെ നേടണം. ഒരുപക്ഷെ കല്യാണം കിട്ടിയപ്പം ഭർത്താവ് കിങ് കോബ്രായ മൂർഖനാ, പക്ഷേ നല്ല ഭാര്യ കൂടെ ഇരുന്നിരുന്ന് അവൻ്റെ വിഷമെല്ലാം മാറിയിട്ട് മയവാക്കും പ്രാവിനെ പോലെ കൊണ്ടുവരാൻ പറ്റും. അല്ല, ഒരിക്കൽ ഒരാൾ പറഞ്ഞത് കമൻറ്റ് ചെയ്യാൻ ഓർക്കുവാണ്. അതായത് നമ്മൾ പറയുമ്പം ഭാര്യ ശരിയല്ല, ഭർത്താവ് ശരിയല്ല എന്നൊക്കെ പറയും. പക്ഷെ ഇവരൊന്നും അവിടെ ഇല്ലെങ്കിൽ, വീട്ടിലില്ലെങ്കിൽ ഒരു ദിവസം പോലും നമുക്കെന്തോ വലിയ ശൂന്യത പോലെയാണ്. ഇവരെയൊന്നും കൂടാതെ തൊട്ട് നമുക്ക് ജീവിക്കാനും പറ്റില്ല. അതൊരു സത്യമല്ലേ? ഇല്ലല്ല, ഒരിക്കലും പറ്റില്ല. കാരണം അത് ജീവിതാനുഭവങ്ങൾ പഠിപ്പിക്കുന്ന പാഠമാണ്. ഒരു ദിവസം ഭാര്യയില്ലാതെ ഭർത്താവ് ഒറ്റയ്ക്ക് ജീവിക്കട്ടെ, ഉപ്പ് പോട്ട് എന്തോ ഒരു തപ്പായിരിക്കും. എന്നതാ നീ പോയാൽ ഞാൻ എല്ലാം ശരിയാകുന്നു, പക്ഷെ ശരിയാകുന്ന കാണാം, നടക്കത്തില്ല. അതുകൊണ്ടാണ് ചിലപ്പോൾ ആണുങ്ങൾ ഭാര്യ മരിച്ചു കഴിയുമ്പം താമസിയാതെ കെട്ടും. നമ്മൾ പറയും അവനെ സെക്സിൻ്റെ മോഹമാണ്, അവൻ വീട്ടിൽ. സത്യം അതല്ല. അവനെ സംബന്ധിച്ച് അവളില്ലാത്തടത്തൊരു വലിയ ശൂന്യതയാണ്. ആ ശൂന്യത വേറൊന്നിനും മക്കളുടെ മക്കൾക്കോ മരുമക്കൾക്കോ നികത്താൻ പറ്റുകയല്ല. അതുകൊണ്ട് ആ ശൂന്യത നികത്താൻ പോയി അവൻ കല്യാണം കഴിച്ചിരിക്കും. ഒരു സ്ത്രീയെ സംബന്ധിച്ച് കെട്ടിയോ മരിച്ചാൽ ശൂന്യത അധികം നാൾ നിൽക്കുകയല്ല. കാരണം അവർക്ക് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഒത്തിരിയുണ്ട്. മക്കൾ, കൊച്ചുമക്കൾ, വീട്. അതുകൊണ്ടാണ് വിദേശത്ത് പോട്ടെ അപ്പനും അമ്മയും കൂടി ഒരു 6 മാസം നിൽക്കാൻ, 1 മാസം കഴിയുമ്പോൾ കെട്ടിയോ വെള്ളം വെച്ച് തിരിച്ചു പോരും. അമ്മ നിൽക്കും. അമ്മയ്ക്ക് മക്കളെ, കൊച്ചുമക്കൾ, ഇതാണ് സൈക്കോളജിക്കൽ ഡിഫറൻസ് ഉണ്ട്. ആ രീതി വരുന്നതാണ്. അപ്പം എന്നാ പറഞ്ഞാലും ഇല്ലെങ്കിൽ ഒരു വിടവുണ്ട്. അത് ഉള്ളപ്പോൾ നമ്മളത് അറിയുകയല്ല. നമ്മൾ വീട്ടുമുറ്റത്തെ മാവ് പോലല്ലേ, മാവ് നിൽക്കുമ്പം വില അറിയത്തില്ല. ആ മാവ് ഒടിഞ്ഞു പോയോ അപ്പോൾ അറിയാം മാവ് മറിച്ച് ആകാശം, മാവ് നടന്ന ചൂട് കാറ്റ്. അതറിയണമെങ്കിൽ മാവ് ഒടിയണം. സത്യത്തിൽ ഈ പുരുഷന്മാരാണ്
ഓ നിങ്ങളുടെ ഒന്നും ആവശ്യം ഞങ്ങൾക്ക് ഇല്ലയെന്ന് പറഞ്ഞ വലിയ ഗമയിലൊക്കെ പറച്ചില്. പക്ഷേ ഒറിജിനലി അവരാണ് കുറച്ചുകൂടെ വീക്ക് അല്ലേ? തീർച്ചയായും ഞാനിപ്പോഴും ഒരു ആൻറ്റി പറയാറുണ്ട്, ഒരു ഉത്തമയായ ഭാര്യയുടെ പ്രാർത്ഥനയെ അവളുടെ യഥാർത്ഥത്തിൽ അവൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, ഏറ്റവും നല്ല പ്രാർത്ഥന, ദൈവമായ കർത്താവേ, ഞാൻ ജീവിച്ചിരിക്കെ എൻ്റെ കെട്ടിയവൻ മരിച്ചു പോകാൻ ഇടയാകണേ. അതാണ് ഏറ്റവും നല്ല പ്രാർത്ഥന. കാരണം ഇല്ലെങ്കിൽ അവന് പിടിക്കുന്നൊരു വട്ടും ഒരു ദുരന്തവും ദുരിതവും ഉണ്ട്. ഭർത്താവ് വെച്ചാലും ഭാര്യയ്ക്ക് പലതും സഹിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ആണെങ്കിൽ പറ്റിയാൽ നമ്മളിന്ന് ആദ്യം തുടങ്ങിയത് ബന്ധങ്ങളും ബാധ്യതകളും അതായിരുന്നു. പിന്നെ ഇപ്പം ഞാൻ ഇടയ്ക്ക് ചോദിച്ചു ഇഷ്ടവും സ്നേഹവുമായി മാറി. എനിക്ക് അവസാനം ചോദിക്കാൻ തോന്നുന്ന ഒരു കാര്യം, ഈ സുഖവും സന്തോഷവും കുടുംബജീവിതത്തിൽ എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നതെന്ന്. ചിലർ പറയും ഭയങ്കര സുഖമാണ്, ചിലർ സന്തോഷമാണെന്ന് പറയും. ഇതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. സുഖം പുറംലോകം നമുക്ക് തരുന്നതാണ്. സന്തോഷം ദൈവം തരുന്നതും ആത്മാവിൽ നിന്ന് വരുന്നതുമാണ്. ഒരു ക്യാൻസർ പേഷ്യൻറ്റിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ചെന്നപ്പം അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞു. ഞാൻ ചോദിച്ചു, ഒരുപാട് വേദനയുണ്ടല്ലേ? ഇപ്പം വിളിച്ചാൽ സന്തോഷമുണ്ട്, പക്ഷെ സുഖമില്ല. തട്ടുകടയിൽ ഫുഡ് കഴിക്കാൻ പോകുമ്പം സുഖമുണ്ട്. സ്റ്റാർ ഹോട്ടലിൽ വീക്കെൻഡ് സെലിബ്രേറ്റ് ചെയ്യുമ്പം സുഖമുണ്ട്. സിനിമയ്ക്ക് പോകുമ്പോൾ സുഖമുണ്ട്. ദേഹത്തിൻ്റെ പങ്കുവയ്ക്കലിലും ഇഷ്ടപ്പെട്ട സൗഹൃദങ്ങളിലൊക്കെ നല്ല സുഖമുണ്ട്. പക്ഷേ ഇങ്ങനെ സുഖമുള്ളൊരു പിന്നീട് പിരിയുന്നതാണ്. കാരണം സന്തോഷമില്ല. ഈ സന്തോഷം എന്ന് പറയുന്നത് പ്രാർത്ഥന, വിശ്വാസം, മതപരമായ പാരമ്പര്യം, ആചാരം ഇതെല്ലാം തരുന്നതാണ്. സന്തോഷിക്കണമെങ്കിൽ വിട്ടുവീഴ്ച വേണം. സുഖത്തിനൊന്നും വേണം. നിനക്ക് നിൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴി, അടിച്ചു കുളിക്കുക. കുറച്ച് കാശും കെട്ടിടവും പെർഫ്യൂംസും ഫുഡ് ഐറ്റംസും മതി സുഖം. പക്ഷെ അത് തീർന്നു പോകും. അതുകൊണ്ടാണ് ഇപ്പം സമ്പന്ന വീട്ടിലെ മക്കളാണ് ആത്മഹത്യ ചെയ്യുന്നത്. സമ്പന്ന വീട്ടിൽ നിന്ന് മക്കൾ ഒളിച്ചു കൊടുന്ന് ഒത്തിരി പേരെ കാണും, കൂട്ടുകെട്ടി അങ്ങ് പോകും. കാരണം സുഖമുണ്ട്, പക്ഷേ പെരയ്ക്കകത്ത് സന്തോഷമില്ല. നന്നായിട്ട് ജീവിച്ചെന്നുണ്ട്, പക്ഷേ പെട്ടെന്ന് കാണുക ഡൈവോഴ്സിന് കേസ് ഫയൽ ചെയ്യുന്നു. എന്ത് സുഖമായിട്ട് ജീവിച്ചു വരാം, എന്നാ പറ്റി? അകത്ത് സന്തോഷമില്ല. അപ്പം അത് ദാമ്പത്യത്തിൽ സന്തോഷം വേണം. പ്രാർത്ഥന, കുർബാന, കുമ്പസാരം, കവദാശ ജീവിതം, സഭാജീവിതം, ഒരു സന്തോഷം കിട്ടും. അപ്പോൾ സുഖം കുറഞ്ഞാലും സന്തോഷം വേണം. സന്തോഷത്തെ അത് സുഖമല്ല, ഊന്നൽ സന്തോഷത്തിനാണ് കൊടുക്കേണ്ടത്. അതല്ലേ നമ്മൾ പറയുന്നത്, ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ഒക്കെ ജീവിക്കണമെങ്കിൽ അപ്പോഴും സന്തോഷിക്കണമല്ലോ. സുഖം കുറവായിരിക്കും. അപ്പം അവിടെ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് അവിടെ വരുന്നത്. അത് വേണം ദാമ്പത്യത്തിൽ അവസാനം വരെ നിൽക്കാനായിട്ട്. അപ്പോൾ ഏതായാലും ഇന്നത്തെ എപ്പിസോഡിൽ പല വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. വളരെ കേട്ടിരുന്നവർക്കൊക്കെ എന്തായാലും പല കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ് കേട്ടോ അച്ഛാ. അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു.